ഹലോ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ലേസി ഡേസി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഫ്ലവറും അതുപോലെ സ്റ്റെമ്മ് സ്റ്റിച്ചും അതുപോലെ ഫേൺ സ്റ്റിച്ചും ആണ് ചെയ്യണത്. ഫേൺ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് മൊട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലവറാണ്. ഫ്ലവർ ലേസി ഡേസിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്ലവർ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആരതിന്ന് സൂചി കുത്തിപ്പോക്കും. അതിനുശേഷം നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഇതളിൻ്റെ എത്രയാണ് വലുപ്പം വേണ്ടത് അതിനെ പിടിച്ചിട്ട് ഇതിൻ്റെ അറ്റത്തുനിന്ന് ഇതളിൻ്റെ ഉള്ളിൽ കൂടെ സൂചി കുത്തിപ്പൊക്കിയിട്ട് അതിൻ്റെ പുറത്ത് കൂടെ അതേ സ്ഥാനത്ത് തന്നെ കുത്തി താഴ്ത്താണ് ചെയ്യണത്. എന്നിട്ട് കാണിച്ചു തരാം. നമ്മളിവിടെ ഈ സെൻറ്ററിൽ നിന്ന് സൂചി കുത്തിപ്പോക്കും. അതിനുശേഷം നമ്മൾ ഇതളിനെ വലുപ്പത്തിനനുസരിച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ ആ സ്ഥാനത്തോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തായിട്ട് ആദ്യം എവിടെയാണോ കുത്തിപ്പൊക്കിയത് നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ സൂചി കുത്തിപ്പൊക്കിയിട്ട് ഈ ഇതളിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇങ്ങനെ ഒപ്പത്തിന് പിടിച്ചിട്ട് ഇതിൻ്റെ ഈ തലക്കുണ്ടല്ലോ അവിടുന്ന് ഇതളിൻ്റെ ഉള്ളിലൂടെ സൂചി കുത്തിപ്പൊക്കുക. അതിനുശേഷം പുറത്തു കൂടെ അതേ സ്ഥാനത്ത് തന്നെ അതിൻ്റെ അടുത്തായിട്ട് കുത്തി താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ലേസി ഡേസി ആയിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സെൻറ്ററിൽ നിന്നാണ് എടുക്കുക. അപ്പോൾ സെൻറ്ററിൽ തന്നെയാണ് ആദ്യം കുത്തി താഴ്ത്തുന്നതും. അതിന് ശേഷമാണ് നമ്മൾ ഈ തലക്കൊക്കെ വരുന്നത്. തലക്കെന്നുള്ളിൽ നിന്ന് അതിൻ്റെ ഇതളിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിപ്പോക്കി പിന്നെ പുറത്തു കൂടെ കുത്തി താഴ്ത്തുകയാണ് ചെയ്യണത്. ഇതുപോലെ എല്ലാം ചെയ്തിട്ട് നമുക്ക് ഫ്ലവർ ഫുള്ളാക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവർ ഫുള്ളായിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് മൊട്ടാണ്. പിന്നെ മൊട്ടിന് ഫേൺ സ്റ്റിച്ചാണ് ചെയ്യണത്. അപ്പോൾ അത് 2 ലൈനാണ് അതിന് വേണ്ടത്. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 2 ലൈനാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഒരു ലൈനിൽ നിന്ന് കുത്തിപ്പോക്കും, മറ്റേ ലൈനിലേക്ക് കുത്തി താഴ്ത്തും. അതും ഗ്യാപ്പില്ലാതെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ച് തന്നെയാണ്. നമ്മൾ 2 മുട്ടും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെം സ്റ്റിച്ചാണ് കേട്ടോ ഞാൻ ചെയ്യണത് ഈ തണ്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റെമ്മും ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്, സ്റ്റെം സ്റ്റിച്ചും. അപ്പം ഇതിൻ്റെ സെൻറ്ററത്തെ തണ്ടിനാണ് സ്റ്റെം സ്റ്റിച്ച് ചെയ്യണത്. മറ്റേ 2 തണ്ടിന് ഞാൻ ബാക്ക് സ്റ്റിച്ചുമാണ് ചെയ്യണത്. നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെയാണ്. അത് നമ്മൾ കുത്തി ഇറക്കും. അതിന് ശേഷം നമ്മൾ അടുത്തത് സ്റ്റിച്ച് തുടങ്ങുന്നത് ഈ കുത്തി ഇറക്കണതിൻ്റെ മുമ്പത്തെ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് കുത്തി ഇറക്കി ഇതൊരു സ്റ്റിച്ചാണ്. ഇപ്പോൾ അടുത്ത സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യണത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ്. സെൻറ്ററിൽ നിന്ന് സൂചി കുത്തിപ്പോക്കും. എന്നിട്ട് പിന്നെ അതുപോലെ എല്ലാം ചെയ്തു തരാം. അതിന് നമ്മൾ സ്റ്റെമ്മ് ഫുള്ളായിട്ടുണ്ട്. ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മൾ സ്റ്റെം സ്റ്റിച്ചും സൈഡിലായിട്ട് ബാക്ക് സ്റ്റിച്ചുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു എംബ്രോയ്ഡറിയാണ്. നമുക്ക് നമ്മൾ ഡ്രസ്സിലൊക്കെ ഇത് ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുട്ടിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.